ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി മേഖലാ കൺവെൻഷൻ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ നടന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളാണ്, അതിലേറെ മറ്റു കാര്യങ്ങളുണ്ട്. അപ്പം അതിന് ചെലവ് വർദ്ധിപ്പിച്ചത് പെട്രോളിന്റെ വർദ്ധനവ്, ഡീസലിന്റെ വർദ്ധനവ്, അതിന്റെ മെയിൻ്റനൻസിന്റെ വർദ്ധനവ്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നതാണ് നാടിന് ഏറ്റവും സന്തോഷകരമായ ചരിതാർത്ഥ്യകരമായ കാര്യം. അതിന് നിങ്ങളെ ഈ നാടിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണ് എന്ന് പല ആളുകളും പലപ്പോഴായി നമ്മളെയൊക്കെ കാണുന്നതും ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതുമായ ആളുകളാണ്. ഇനിയിപ്പോ നിങ്ങളിപ്പോ വിദ്യാർത്ഥികളെ കൂടി കൂടി അവിടെ വന്നിരുന്നു. പിന്നെ ഇവിടെ നാഷണൽ ഹൈവേ വന്നു. നാഷണൽ ഹൈവേ വന്നപ്പോൾ ടോള് വരുമ്പോൾ ഒരു പോക്കിന് 200 കൊടുക്കണം, 180 കൊടുക്കണം. രണ്ടാമത്തേന് 4 പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നിങ്ങൾ 2000 കൊടുക്കണം, അല്ലെങ്കിൽ 1500 കൊടുക്കണം. ആകെ ചിലപ്പോൾ ഒരു ദിവസം കൂടി 1500 2000 കിട്ടുക. അപ്പോൾ അത് ഈ ലോഡ് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ കളക്ടറോട് കന്നച്ചയിലെ ആളുകളോടും ഒക്കെ നമ്മൾ കത്തെഴുതിയിട്ടുണ്ടെന്ന് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പരിഹരിക്കുക എന്നത് ഒക്കെ അങ്ങനെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയാതെ 30-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 30-ാം തീയതിയുടെ ടോള് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നാളെ അനുഭവിക്കാനിരിക്കുകയാണ്. മേഖലാ കൺവെൻഷനോടനുബന്ധിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിക്കുന്ന റോഡ് സുരക്ഷാ മാസത്തോടനുബന്ധിച്ച് ബസ് ജീവനക്കാർക്കും മറ്റു ജീവനക്കാർക്കുമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. രജിസ്റ്ററിൽ ഒപ്പിട്ടത് 40 പേരോ ഒരുപക്ഷെ അതിൽ താഴെ ആകും. അത് നമുക്കൊരു പ്രയാസമുള്ള കാര്യം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടന ബലമുള്ളതാണെങ്കിൽ കമ്മിറ്റിക്കാരോട് കൂടെ സംഘടനയുടെ മെമ്പർമാർ ഉറച്ചു നിൽക്കണം. അത് പല സമയത്തും നമ്മൾ വളാഞ്ചേരി തെളിയിച്ചിട്ടുണ്ട്. പല ചെക്കിങ്ങൾ വരുമ്പോൾ, പല സമരങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് തോൽപ്പിച്ച ഒരു ബസ് സ്റ്റാൻഡാണ് വളാഞ്ചേരി. തോട്ടത്തിൽ കുഞ്ഞുമൊയ്തീൻ, റോയൽ അഷ്റഫ്, അബ്ദുൽ താഹിർ, ബേബി ബാബു എന്നിവർ നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.